ആത്മമിത്രങ്ങളെ നമസ്കാരം. ഓം ഹരയീം നമ. ശ്രീ ഗുരു പാദുകാം പൂജയാണ്. സുപ്രഭാതം. ജീവിതവും യോഗാസനവും ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അമിതമായ മരുന്നിൻ്റെ ഉപഭോഗം കൊണ്ട് മാനസികമായും ശാരീരികമായും ആന്തരികമായും ക്ലേശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യോഗാസനം ശീലമാക്കുക നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ സവിശേഷതകളും യോഗയിലൂടെ പുനർജനിക്കും. ജീവിതശൈലി രോഗങ്ങൾ ഏറെക്കുറെയൊക്കെ യോഗാസനത്തിലൂടെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. രോഗാവസ്ഥയിൽ നിന്നും മനുഷ്യനെ മുക്തനാക്കുവാൻ വൈദ്യശാസ്ത്ര രംഗത്തോടൊപ്പം യോഗയും ശീലമാക്കിക്കൊണ്ട് പുതിയ ജനറേഷന് യോഗയെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കൊരു ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് ബോധവൽക്കരണം നടത്തേണ്ടതാണ്. എന്താണ് യോഗാസനം? ജീവാത്മാവും പരമാത്മാവും സമ്മേളിക്കുന്ന അവസ്ഥയാണ് യോഗം എന്ന് പറയുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്നുള്ളതാണ് അർത്ഥം. യോഗാസനത്തെ രചിച്ച ഋഷി ഏതാണ്ട് BC 200 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന പതഞ്ജലി എന്ന മഹർഷിയാണ് യോഗാസനത്തെ തലമുറയിലേക്ക് പകർന്നതെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഏകദേശം 200 വർഷം മുമ്പ് ജീവിച്ചിരുന്ന സ്വപ്നരാമാൻ എന്ന് പറയുന്ന യോഗിയാണ് സമൂഹത്തിലേക്ക് യോഗാസനത്തെ എത്തിച്ചത്. ശ്രീ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് 84 ലക്ഷം ആസനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഭഗവാൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന 84 ലക്ഷം ആസനങ്ങളെക്കുറിച്ച് പറയുന്നു. മഹാഭാരതത്തിലും യോഗാസനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് നിത്യജീവിതത്തിൽ യോഗാസനം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഏതൊരു രോഗത്തെയും മരുന്നുകളുടെ സഹായമില്ലാതെ കണ്ട് യോഗാസനത്തിന് അതിനെ മാറ്റുവാൻ സാധിക്കും. ഏകാത്മകമായിരുന്നു കൊണ്ട് ശ്വാസത്തെ ക്രമീകരിച്ചുകൊണ്ട് പ്രാണായാമങ്ങൾ, പലതരത്തിലുള്ള പ്രാണായാമങ്ങൾ ശീലിക്കുക. ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും അധികം ബുദ്ധിമുട്ടില്ലാതെ കണ്ട് ചെയ്യുവാനുള്ള ആസനങ്ങളുണ്ടാകും. ആസ്മ പോലുള്ള മാരകമായിരിക്കുന്ന രോഗങ്ങളെ നിഷ്പ്രയാസം മാറ്റിയെടുക്കുവാൻ സാധിക്കും. മത്സ്യാസനം എന്ന ആസനം ചെയ്താൽ അത് മാറുമെന്നുള്ളൊരു യാതൊരുവിധ തർക്കമില്ല, 100% ഉറപ്പ്. അലർജി
യോഗാസനത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. അല്പം കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഇതിനകത്ത് നിലനിൽക്കുന്നുള്ളൂ. ഇനി വരുന്ന തലമുറക്ക് യോഗാസനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നാം തയ്യാറാകണം. അല്ല എങ്കിൽ മരുന്നുകളോടുകൂടി ജീവിക്കേണ്ടതാകുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവുമില്ല. യോഗയെക്കുറിച്ചൊന്ന് നോക്കുക. മനസ്സിൻ്റെ ഉല്ലാസം, പിരിമുറുക്കം, സാമൂഹികപരമായ ജീവിതശൈലി, അങ്ങനെ ഒട്ടനവധി ടെൻഷൻ, അങ്ങനെ പല കാര്യങ്ങളും മാറുവാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്ന് യോഗ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കേരണ്ട സംഹൃതി എന്ന പുസ്തകത്തിൽ പറയുന്നത്, ആസനാനി സപ്താനി യാബന്ധോ ജീവജന്തവ ചതുര ശീതലക്ഷാണി ശിവേദ കഥിത നിജഹ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 84 ലക്ഷത്തിൽ പരം ആസനങ്ങളെക്കുറിച്ച് പാർവതി ദേവിക്ക് ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മരുന്നിനേക്കാൾ കൂടുതൽ യോഗാസനങ്ങളിലൂടെ സുസ്ഥിരമായ ഒരു ജീവിതം നൽകുവാൻ യോഗയ്ക്ക് സാധിക്കും. മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന സമയത്ത് പോലും സ്വസ്ഥമായിരുന്നു കൊണ്ട് പ്രാണായാമാദികൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ വിസ്ഫോടനമുണ്ടായി സമാധാന അന്തരീക്ഷം അന്ധഃകരണത്തിലുണ്ടാകും. അത് നമ്മുടെ ശരീര പ്രതലത്തിലും വന്നു ചേരുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരും യോഗ ശീലിക്കുക. പുതിയ ജീവിതത്തിന് യോഗ നിത്യ കൂടപ്പിറപ്പായിക്കോട്ടെ എല്ലാവരുടെയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏവർക്കും നമസ്കാരം. ശ്രീ ഗുരു പാദുകാം പൂജയാമി.